പൊതുഭരണ വകുപ്പിന് കീഴിൽ ഏകോപനത്തിന് പുതിയ സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മന്ത്രിസഭാ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സംവിധാനത്തിലൂടെ ഓരോ ഫയലുകളുടെയും അവസ്ഥ അറിയാൻ കഴിയുമെന്നും പദ്ധതികളുടെ മേൽനോട്ടം സാധ്യമാക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലുമെല്ലാം ഓരോ ഫയലുകളുടെയും പൊസിഷൻ അറിയാവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ സംവിധാനമാണ്, ഏകോപനമാണ് വിവിധ വർക്ക്. പ്രോജക്റ്റിൻ്റെ കാര്യത്തിലും ഈ ഏകോപനം ഉണ്ടാവും, പ്രോജക്റ്റ് മാപ്പിംഗ് ഉണ്ടാവും. എവിടെയെല്ലാം ഏതെല്ലാം വകുപ്പുകളുടെ കീഴിൽ സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രോജക്റ്റുകളുടെ മാപ്പിംഗ് എന്തായിരിക്കും പൊസിഷൻ എന്ന് കൃത്യമായി അറിയാനുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തും. ഞങ്ങളുടെ പ്രാഥമികമായ പരിശോധനയിൽ കോടിക്കണക്കിന് രൂപയാണ് പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 100 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ടത് 10 കൊല്ലം കഴിഞ്ഞാലും പൂർത്തിയാകുന്നില്ല. 100 കോടിയുടെ സ്ഥാനത്ത് 1000 കോടി രൂപയാവുകയാണ് 10 കൊല്ലം കഴിയുമ്പോൾ. റേറ്റിൻ്റെ വർധനവ്, കോൺട്രാക്ടറുടെ പ്രശ്നങ്ങൾ. അപ്പോൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കേരളത്തിൽ ഈ ഖജനാവിൽ നിന്നുള്ള ചോർച്ചയ്ക്കുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ കൃത്യമായി പ്രോജക്റ്റ് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്റ്റ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് ഇതുവഴി നമ്മൾ തുടക്കം കുറിക്കുന്നത്. അതിവേഗ റെയിൽ പദ്ധതിയിൽ ഡൽഹി മെട്രോ കോർപ്പറേഷൻ നൽകിയ റിപ്പോർട്ട് പഠിച്ച സമിതി സർക്കാരിന് ശുപാർശകൾ നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. DMRC നൽകിയ പദ്ധതി രേഖ പ്രായോഗികമല്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ശുപാർശകൾ പഠിച്ച ശേഷം സർക്കാർ നടപടി സ്വീകരിക്കും. പരിസ്ഥിതി, സാമ്പത്തിക വശങ്ങൾ കൂടുതൽ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ പരിമിതമായ സാമ്പത്തിക വിഭവശേഷി കാരണവും കൃത്യമായ സ്കോപ്പ്, സാധ്യതകൾ, യാത്രക്കാരുടെ എണ്ണം എന്നിവ തിട്ടപ്പെടുത്തുന്നതിനും യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക സാമൂഹ്യ പഠനവും നടത്താത്തതിനാലും ഈ രൂപത്തിൽ പദ്ധതി ഏറ്റെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിലെ സ്ഥല പരിശോധനകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ, അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിൻ്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. കേരളയിൽ പറ്റിയത് ഈ പാരിസ്ഥിതിക പഠനവും മറ്റു കാര്യങ്ങളും നടത്തുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു കാരണവശാലും ചെയ്യരുത്. പിന്നെ സംസ്ഥാന സർക്കാർ സ്വതന്ത്രമായി 3-4 കാര്യങ്ങളിൽ സ്വതന്ത്രമായി പഠനം നടത്തണം. ഒന്ന്, ചരക്ക് ഗതാഗത സാധ്യതകൾ.